ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡെയ്സി. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇച്ചിരി പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി അതിൻ്റെ കൂടെ 2 പൊട്ടറ്റോ ഇട്ട് അരച്ച് നമ്മളൊരു പൊട്ടറ്റോ പക്കാവട ഉണ്ടാക്കാം. നമുക്ക് ആ പക്കാവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് അരി ഇട്ടിട്ടുണ്ട്, നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞ് ഇങ്ങനെ ഒന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഈ അരിയുടെ കൂട്ടത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതും കൂടെ കൂട്ടി അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കിഴങ്ങും അരിയും കൂടെ അരച്ചെടുത്ത് ആവശ്യമായിട്ടുള്ള ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയും ലൂസ് മതിയല്ലേ മമ്മി? പിന്നെ അതിനകത്ത് സാധനങ്ങളൊക്കെ ഇടാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പക്കാവടയ്ക്ക് വേണ്ടുന്ന സാധനമൊക്കെ ചേർക്കാം. ഞാനിവിടെ എല്ലാ കൂട്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി ഉള്ളി ഇട്ട് കൊടുക്കുക. ഇതിന് വേണ്ടുന്ന ഉള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, മല്ലിച്ചപ്പ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടു. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം. ശകലം കായപ്പൊടി, ഒത്തിരി വേണ്ട, ഇളക്കിയെടുക്കാം. നമുക്കൊരു ഇച്ചിരി മുളക് പൊടി കളറിനായിട്ട് ഒരു ഇച്ചിരി മുളക് പൊടി. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇങ്ങനെ. ഉണ്ടോ? ഇനി നമുക്കിത് കൈ കൊണ്ടാണേലും സ്പൂൺ കൊണ്ടാണേലും എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കോരിയിട്ട് നമുക്ക് പാകത്തിന് പക്കാവടയാക്കി എടുക്കാം അല്ലേ? പൊട്ടറ്റോ പക്കാവട. നമ്മുടെ എണ്ണ ചൂടായി, നമുക്ക് പക്കാവട ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാവേ. ഇതിനകത്ത് ഞാൻ ബേക്കിംഗ് സോഡയോ അപ്പക്കാരോ ഒന്നും ചേർത്തിട്ടില്ലേ. അരച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പക്കാവട ഇവിടെ മൂത്ത് വന്നേ. ഈ പക്കാവടേനെ നമുക്ക് കോരി മാറ്റാം. ഇത് കണ്ടോ, നമ്മൾ ഇച്ചിരിച്ച് ഇടുമ്പോഴത്തേനും അത് ഉരുണ്ട് വരുന്ന കണ്ടോ അല്ലേ? നല്ല ബോൾ പോലെ, നല്ല രസം കാണാൻ. അതെന്നാന്ന് ഞാൻ ഇതിനകത്തൊന്നും ചേർത്തിട്ടില്ലേ. എന്താ നമ്മൾ ചേർക്കുന്ന സോഡ സോഡക്കാരോ ഒന്നും ചേർത്തിട്ടില്ല. കണ്ടോ, തന്നെ അതിൻ്റെ ഇഷ്ടത്തിന് ഉരുണ്ട് പൊങ്ങി വരുക. ഗോളിബജ വിലയുണ്ട് അല്ലേ? ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സോസൊക്കെ ആക്കിയിട്ടല്ലേ, അടിപൊളിയായിരിക്കും. സോസ് കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഗോളിബജ പോലെ വരുന്നുണ്ടല്ലേടി? അതെ, ഗോളിബജ പോലെ വരുന്നു. ഗോളിബജ ഇതല്ല, മാവിതല്ല ഗോളിബജയുടെ. അത് നമുക്ക് വേറൊരു പ്രാവശ്യം ഉണ്ടാക്കാവേ. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി മൈദ ഒന്നും യൂസ് ചെയ്തിട്ടില്ല അല്ലേ? ഒന്നുമില്ല. വെറും 2 പിന്നെ പൊട്ടറ്റോ പുഴുങ്ങിയതും പിന്നെ അരി വെള്ളത്തിൽ ഇട്ട് 1 ഗ്ലാസ് അരി, ഒറ്റ ഗ്ലാസ് ഇട്ടുള്ളൂ. ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു 2-3 മണിക്കൂർ കുതിർന്ന് കഴിഞ്ഞപ്പോൾ നമ്മളതെടുത്ത് അരച്ചു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പൊട്ടറ്റോയും കൂടെ ചേർത്ത് അരച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചേർത്തെല്ലാം കാണിച്ചേക്കുന്നതല്ലേ. ഇതേ കുഞ്ഞൂസിന് ഇന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ സാധനം. കുഞ്ഞൂസിന് ചായക്കൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ശല്യം ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അവൻ എന്തെങ്കിലും തിണ്ടി വേണം തിന്നാനെന്നും പറഞ്ഞ്. അപ്പം ഉണ്ടാക്കിയപ്പോൾ ഉണ്ടല്ലോ, അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ പറക്കിക്കൊണ്ട് നടന്ന് തിന്നുക. ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന എല്ലാം കാലിയായിക്കൊണ്ടിരിക്കുക. ടൊമാറ്റോ സോസും കൂട്ടിയുണ്ടല്ലോ, അവന് എല്ലാം തീറ്റയാണ്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്ന് എങ്ങനെയുണ്ട് നമ്മുടെ പക്കാവട? കുഞ്ഞൂസ് ഇവിടെ എടുത്തോണ്ട് വന്ന് തിന്നുക അല്ലേ? അടിപൊളിയാ? കൊച്ചിന് ഇഷ്ടപ്പെട്ടോ? അപ്പം നമ്മുടെ പൊട്ടറ്റോ പക്കാവട ഇവിടെ റെഡിയായി. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോസ് ഉണ്ട് ഇതിന്, കോമ്പിനേഷൻ അടിപൊളിയാണ്.
ഈ പൊട്ടറ്റോയ്ക്ക് ഈ സോസ് കൂട്ടി തിന്നാൻ. ദാ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. അടിപൊളി കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല അടിപൊളി. അടിപൊളി ക്രിസ്പി. ക്രിസ്പി. ദാ ഒച്ച കേൾക്കണോ? ശബ്ദം കേൾക്കണോ? കേൾക്കണം? സോസ് കൂട്ടി കേൾക്കണല്ലോ. കേൾക്കുന്നുണ്ട്. പൊളിയാ. നമുക്ക് ടേസ്റ്റും ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഇതിലും കൂടുതലുണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും ബക്കറ്റ് നിന്നിട്ടേ ആയി അല്ലേ. കുഞ്ഞൂസ് ഒരു ട്രിപ്പ് തീറ്റ കഴിഞ്ഞ് പോയി. ഞാൻ കഴിച്ചു നോക്കാം. അപ്പം മമ്മി ഉണ്ടാക്കിയ പക്കാവട ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇവിടെ സോസിൽ മുക്കണം. ഇനി കഴിക്കാൻ പോവാണേ. സൂപ്പറായിട്ടുണ്ട്. അടിപൊളി, നല്ല ക്രിസ്പിയാ. അപ്പം ഈ പക്കാവട നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണേ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കട്ടൻ ചായയുടെ കൂട്ടത്തിലോ കട്ടൻ കാപ്പിയുടെ കൂട്ടത്തിലോ പാലും ചായയുടെ കൂട്ടത്തിലോ എന്തിൻ്റെ കൂട്ടത്തിൽ വേണേലും നല്ല കിര ക്രിസ്പിയായി നല്ല പക്കാവട കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്ക്. നല്ലതാണ്. അത്രയ്ക്ക് നാച്ചുറലായിട്ടുള്ളൊരു ഇതാണ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോഴേ. അതുകൊണ്ട് നിങ്ങളും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ് ഞങ്ങളെ അറിയിക്കണം കേട്ടോ. ഇതുപോലെ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞങ്ങൾ ഇനിയും വരാം. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. പിന്നെ എല്ലാവർക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങളെ സപ്പോർട്ടും ചെയ്യണം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.